ഇന്ന് നമുക്ക് സംശയം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കുഞ്ഞു ജനിച്ച് കുറച്ചു കഴിഞ്ഞതും അമ്മയ്ക്കാണെങ്കിൽ തന്റെ കുഞ്ഞല്ല ഇതെന്ന സംശയമുണ്ടാകുന്നു. ഭർത്താവിനും സംശയം തോന്നും. തങ്ങളുടേതായ ഒരു ശൈലിയുമില്ല, മാത്രവുമല്ല നിറവുമില്ല. അതോടുകൂടി സംശയം ഉറപ്പാക്കി അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ ചില സത്യങ്ങൾ ചുരുളഴിയുകയാണ്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ നായകനായ മനോജിനെയും നായികയായ വിമലയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് അന്ന് ആദ്യ രാത്രിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം മനോജും വിമലയും ചേർന്ന് ഒരു മാവിന്റെ തൈ നടുകയാണ്. വിമലയാണ് നടുന്നതും. അതെല്ലാം കണ്ടുകൊണ്ട് മനോജിന്റെ അച്ഛൻ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് 2 വർഷം കടന്നുപോയി. ഇതുവരെയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ കാണുവാനായിട്ടും രണ്ടുപേരും തീരുമാനിച്ചു. ഡോക്ടറിനടുത്തെത്തുമ്പോൾ ഡോക്ടർ പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊക്കെ ഉണ്ടാകും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരെയും സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞുവിടും. അങ്ങനെ വീണ്ടും അവർ കുട്ടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് ജീവിക്കുന്നു. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. 5 വർഷം കടന്നുപോയി. 5 വർഷമായിട്ടും രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടാകുന്നതേയില്ല. മാത്രവുമല്ല, വിമലയെ കൊണ്ട് മനോജാണെങ്കിൽ ഒരു മാവിന്റെ തൈ നട്ടില്ലേ, ആ ഒരു മാവിന്റെ തൈ ആണെങ്കിൽ കായ്ച്ചതുമില്ല. അതെല്ലാം കാണുന്ന അച്ഛനാണെങ്കിൽ ആരുടെ കൈ കൊണ്ടാ മാവ് നട്ടത്, അതുകൊണ്ടായി ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ് വിമലയെ കുത്തിയാണ് സംസാരിക്കുന്നത് പോലും. അത് കേട്ട് വിമലയ്ക്കൊക്കെ ഒരുപാട് വിഷമമാകുന്നു. മാത്രവുമല്ല, മനോജിനും നല്ല സങ്കടമുണ്ട്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞതും വിമല പ്രഗ്നന്റ് ആണെന്നറിയുന്നു. വിമലയ്ക്കും ഒരുപാട് സന്തോഷമായി, മനോജിനും ഒരുപാട് സന്തോഷമായി. വിമല അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്തോറും വിമലയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടിട്ട് അവളുടെ കുഞ്ഞല്ല എന്ന തോന്നലുണ്ടാകുന്നു. കുഞ്ഞിന് അവരുടെ ആരുടെയും ഷേപ്പില്ലല്ലോ. ഈ കാര്യം അവൾ മനോജിനോട് പറയുന്നു. എന്നാൽ മനോജാണെങ്കിൽ കുഞ്ഞ് വളർന്നു വരട്ടെ, അപ്പോഴല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞവളെ സമാധാനിപ്പിക്കും. പക്ഷേ കുഞ്ഞിനെ കാണുന്തോറും ഈ കുഞ്ഞിന് നമ്മുടെ ഒരു ഛായയുമില്ല, ഇത് എൻ്റെ കുഞ്ഞല്ല എന്നൊക്കെയുള്ള തോന്നൽ അവൾക്കുണ്ടാകുന്നു. അവളാണെങ്കിൽ മനോജിനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും കറുപ്പാണ്, പക്ഷേ കുഞ്ഞ് നല്ല വെളുപ്പ്, അതെങ്ങനെ ശരിയാകും എന്നൊക്കെയാണ് അവൾ പറയുന്നതും. മനോജ് എത്ര അവളെ സമാധാനിപ്പിക്കുവാൻ നോക്കിയിട്ടും നടക്കുന്നതേയില്ല. മനോജ് ആണെങ്കിൽ തന്റെ കൂട്ടുകാരനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. മാത്രവുമല്ല, കല്യാണത്തിന് ഒരു 1.5 വർഷം മുൻപ് ഈ വിമലയാണെങ്കിൽ ഡിപ്രഷന്റെ ഗുളിക കഴിച്ചിരുന്ന കാര്യം മനോജിനറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളാണോ ഇതൊക്കെയെന്ന സംശയം അവനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരന്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും സൈക്യാട്രിസ്റ്റ് ഉണ്ടോ എന്ന് അവൻ കണ്ടെത്തും. എന്നിട്ട് അന്നേ ദിവസം വീട്ടിലെത്തിയ ഉടനെ തന്നെ മനോജ് വിമലയോട് നമുക്കൊരു ഡോക്ടറിനെ കാണുവാനായി പോകാമെന്ന് പറയും. അത് കേട്ട് വിമലയ്ക്ക് കാര്യം മനസ്സിലായി. ഞാനേ ഡിപ്രഷന്റെ ഗുളിക കഴിച്ചത് ശരി തന്നെയാ, പക്ഷേ എന്നും പറഞ്ഞ് എനിക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ 1 വർഷം മുൻപേ ഗുളികയെല്ലാം കഴിച്ച് അവസാനിപ്പിച്ചതാ. എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം വിമല ചോദിക്കുന്നു. മാത്രവുമല്ല, വിമല ഒരു കാര്യം കൂടി മനോജിനോട് പറയും. നിങ്ങൾ കുഞ്ഞിനെ ഒന്ന് നോക്കിയേ, നമ്മുടെ കുടുംബക്കാരും തന്നെ വെളുത്തിട്ടല്ല, പക്ഷെ കുഞ്ഞ് നല്ല വെളുപ്പാ. കുഞ്ഞിന് നമ്മുടെ രണ്ടാളുടെയും ഒരു ചേലുമില്ല എന്നുള്ള കാര്യം വിമല പറയുന്നു. വിമല പറയുന്നതെല്ലാം കേട്ട് ശരിയാണല്ലോ എന്ന തോന്നലും മനോജിനുണ്ടാകുന്നു. മനോജ് ആണെങ്കിൽ ഒരുപാട് ചിന്തിക്കും. അടുത്ത ദിവസം രാവിലെ വിമല ഉറക്കമുണരുമ്പോൾ കുഞ്ഞിനെയും കാണുന്നില്ല, മനോജിനെയും കാണുന്നില്ല. മനോജാണെങ്കിൽ കുഞ്ഞിനെയും എടുത്ത് മനോജിനൊപ്പം ജോലി ചെയ്യുന്ന മനോജിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വസന്തന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. വസന്തനോട് മനോജിന്റെ ഭാര്യയ്ക്ക് തോന്നിയ സംശയമെല്ലാം തുറന്നു പറയും. വിമലയ്ക്ക് തോന്നിയ സംശയം ശരിയാണെന്നാ തോന്നുന്നത്. നിന്റെ കുഞ്ഞിന് നിന്റെ ഒരു ചേലുമില്ല, ഇത് മറ്റാരുടെ കുഞ്ഞാകാനാണ് സാധ്യത എന്നുള്ള കാര്യവും വസന്തൻ പറയുന്നു. അതിനുശേഷം കുഞ്ഞുമായിട്ട് മനോജ് നേരെ വീട്ടിലേക്ക് വരും. എവിടെ പോയതാണെന്ന് വിമല ചോദിക്കുമ്പോൾ അത് വസന്തന്റെ വീട്ടിൽ പോയതാണെന്ന് മനോജ് പറയുന്നു. വസന്തനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിമലയ്ക്കും മനസ്സിലാകും. എന്നാൽ ഈ വസന്തന്റെ സ്വഭാവമാണെങ്കിൽ എന്ത് കാര്യം കിട്ടിയാലും അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. അത് കൂട്ടുകാരന്റെ കാര്യമാണോ ഭാര്യയുടെ കാര്യമാണോ അങ്ങനെയൊന്നുമില്ല. വിമലയ്ക്കാണെങ്കിൽ മനോജിനെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമായതുകൊണ്ടാണ് എല്ലാ കാര്യവും അവൾ തുറന്നു പറയുന്നതും. ഉടനെ തന്നെ വസന്തനെ ഫോൺ വിളിച്ചിട്ട്, മനോജ് ചേട്ടൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിക്കും. അതെ, പറഞ്ഞിരുന്നു. അല്ല, ഈ കാര്യം നിങ്ങൾ ആരുടെടുത്തും പറയരുതേ. അഥവാ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളും ആ വസന്തേച്ചിയും തമ്മിലുള്ള ബന്ധമില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയെ അറിയിക്കുമെന്നും വിമല ഭീഷണിപ്പെടുത്തും. അതോടുകൂടി വസന്തനാണെങ്കിൽ കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ട്.
എന്നാൽ മറ്റൊരു വശത്ത് മനോജ് ആണെങ്കിലോ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് വിമല ചോദിക്കുമ്പോൾ, അല്ല, അന്നേ ദിവസം ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രസവമുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിലോ? നമുക്ക് നമ്മുടെ മകനെ കണ്ടുപിടിക്കണ്ടേ? അവൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്നും അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നമുക്ക് അറിയണ്ടേ? നമുക്കൊന്ന് നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ എന്നൊക്കെ മനോജ് പറയുന്നു. എന്നാൽ വിമല പറയുന്നത്, ഈ കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? എനിക്കെങ്ങും വയ്യ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനെന്നും വിമല പറയുന്നു. മനോജ് പറയുന്നത്, ഞാനും നീയും രശ്മിയും അല്ലാതെ ബാക്കി ആരും ഈ കാര്യം അറിയില്ല എന്ന് വിമലയ്ക്ക് വാക്ക് കൊടുക്കും. ഈ രശ്മി ആരെന്നാൽ വിമല പ്രസവിച്ച ആ ഒരു ഹോസ്പിറ്റലിലെ പ്രത്യാശ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് രശ്മി. അമ്മ മരിച്ചതിന്റെ വേക്കൻസിയിലാണ് രശ്മി ഇപ്പോൾ കയറിയിരിക്കുന്നതും. അങ്ങനെ മനോജ് ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ രശ്മിയെ കാണുവാനായും പോയി. ഒക്ടോബർ 13 ജനിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ രശ്മിയാണെങ്കിൽ അതിന് തയ്യാറാകില്ല. പകരം ഒരു കമ്പൗണ്ടറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ കമ്പൗണ്ടർ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് 3 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ് അന്നേ ദിവസം അവിടെ ജനിച്ചിരിക്കുന്നത്. മനോജ് വിമലയ്ക്കടുത്തെത്തി കാര്യം പറയുന്നു. ഇവർക്ക് 2 പേർക്കും ആൺകുഞ്ഞാണ് ജനിച്ചത് കൊണ്ട് തന്നെ ബാക്കി 3 പെൺകുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 4 ആൺകുഞ്ഞുങ്ങളെ പറ്റി അന്വേഷിക്കുവാനായിട്ടും മനോജ് തീരുമാനിക്കും. എന്നാൽ വിമലയ്ക്കാണെങ്കിലോ അതിനൊട്ടും താല്പര്യമേ ഇല്ല. വിമലയുടെ മനസ്സിലാണ് ആ സംശയം തോന്നിയതെങ്കിലും ഇപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള താല്പര്യം മനോജിനാണ് കൂടുതലും. എന്നാൽ വിമലയ്ക്കാണെങ്കിൽ ഇതൊക്കെ നാട്ടുകാരറിയുമോ എന്ന ചിന്തയാണ്. 4 കുഞ്ഞുങ്ങളുടെയും ഡീറ്റെയിൽസ് ഇപ്പോൾ മനോജിന്റെ കൈവശമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ജോലി സ്ഥലത്ത് നിന്നും ലീവൊക്കെ എടുത്തിട്ട് കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് മനോജ് ഇറങ്ങുന്നു. 2 കുട്ടികളുടെ വീട്ടിലേക്കും പോയി. പോളിയോ എടുത്തോ എന്നറിയുവാൻ വേണ്ടിയിട്ട് വന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ട് പോകും. 3ാമത്തെ കുഞ്ഞിന്റെ വീട്ടിലെത്തിയ സമയത്ത് കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുമ്പോഴോ അനുവാദമില്ലാതെ കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ അമ്മയാണെങ്കിലോ മനോജിനെ തല്ലുന്നു. അതോടുകൂടി വീട്ടിലെത്തിയ മനോജ് ആണെങ്കിലോ കുഞ്ഞുങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് തൽക്കാലം മാറ്റിവെക്കുകയാണ്. മനോജിന്റെ ഓഫീസിലെ മാനേജർ ആണെങ്കിലോ നോമ്പുതുറ ആയതുകൊണ്ട് തന്നെ മനോജിനെയും ബാക്കിയുള്ള സ്റ്റാഫുകളെ എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. മനോജും അങ്ങനെ ഫംഗ്ഷൻ പങ്കെടുക്കുവാനായും പോയി. അവിടെ വെച്ച് ഫൈസ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. ഈ ഫൈസ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് ഒരാളുമായി പ്രണയിച്ച് അയാളോടൊപ്പം ഒളിച്ചോടിപ്പോയി. അവളുടെ ഹസ്ബൻഡിന്റെ പേരാണ് ഹാരിസ്. ഹാരിസ് ആണെങ്കിൽ ബിസിനസ് നടത്തുകയാണ്. ഇവർക്കാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെയാണെങ്കിൽ അപ്പോഴേക്കും അവിടേക്ക് എടുത്തുകൊണ്ട് വരും. കുഞ്ഞിനെ കണ്ടതും മനോജിനാണെങ്കിൽ തന്റെ മുഖഛായയൊക്കെ കുഞ്ഞിന് തോന്നുന്നു. അത് കണ്ടതും മനോജിന്റെ മനസ്സിൽ ഇത് തന്റെ കുഞ്ഞാണോ എന്ന സംശയമുണ്ടാകുന്നു. മാത്രവുമല്ല മനോജിന്റെ കുഞ്ഞിന്റെ അതേ പ്രായം തന്നെയാണ് ഈ കുഞ്ഞിനുമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും സംശയം തോന്നാത്ത വിധം ഫൈസയോട് അനുവാദം ചോദിച്ചിട്ട് കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കും. മനോജിന്റെ പെരുമാറ്റത്തിൽ ഫൈസയ്ക്ക് ചെറിയ സംശയം തോന്നുമെങ്കിലും അവരത് വലുതായിട്ട് കാര്യമാക്കില്ല. വീട്ടിലെത്തിയ മനോജ് ഫൈസയുടെ കുഞ്ഞിന്റെ ഫോട്ടോ വിമലയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. 2 പേർക്കും ചെറിയ സംശയം തോന്നും. ആ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴോ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നതും മനോജിന്റെ ഇപ്പോൾ കയ്യിലുള്ള കുഞ്ഞ് ജനിച്ചിരിക്കുന്നതും ഒരേ ദിവസം തന്നെയാണ്, അതും ഒരേ ഹോസ്പിറ്റലിലും. അതായപ്പോൾ അവർക്ക് സംശയം കൂടുതലായി. അടുത്ത ദിവസം തന്നെ മനോജ് ഹാരിസിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഹാരിസിനെ കയറി കാണുന്ന മനോജ് ആണെങ്കിൽ തന്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞും എന്റെ കുഞ്ഞും ജനിച്ചിരിക്കുന്നത് ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിലാണ്, പ്രത്യാശ ഹോസ്പിറ്റൽ. എനിക്ക് സംശയം നമ്മുടെ 2 പേരുടെയും കുഞ്ഞ് മാറിപ്പോയോ എന്നാണെന്ന്. അത് കേട്ടതും ഹാരിസ് ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? അതിന് മറുപടിയായിട്ട് മനോജ് പറയുന്നത്, ഞങ്ങളുടെ ചായ ഞങ്ങളുടെ കുഞ്ഞിനില്ല, മാത്രവുമല്ല ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങളുടെ നിറവുമില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാ തോന്നിയത് എന്നുള്ള കാര്യവും മനോജ് പറയുന്നു. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഹാരിസിന് വലിയ വിശ്വാസമൊന്നും ആകുന്നില്ല. മനോജ് വീണ്ടും ഹാരിസിനോട് പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കുഞ്ഞിനെ ആദ്യം കാണാം. അതിനുശേഷം എന്റെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനെ നിങ്ങൾ കാണ്. എന്നിട്ട് നമുക്ക് ഇതിനൊരു തീരുമാനം ഇന്നെടുക്കണമെന്നും മനോജ് പറയുന്നു. ഹാരിസ് ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞ് മാറിപ്പോയതാണെന്ന് തന്നെ മനോജ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഹാരിസിനാണെങ്കിൽ മനോജിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്ന തോന്നലും ഉണ്ടാകുന്നു. ഉടനെ തന്നെ ഹാരിസ് ആണെങ്കിൽ വിദേശ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, ഇത് ചെറിയ വല്ല പ്രശ്നവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരിസ് ആണെങ്കിൽ മനോജിനൊരു ഓട്ടോയിൽ കയറ്റിവിടും. അതിനുശേഷം ഹാരിസ് ഒരു മീറ്റിംഗിലൊക്കെ പങ്കെടുക്കുവാനായും പോകും. എന്നാൽ മനോജ് ആണെങ്കിലോ വീണ്ടും വീണ്ടും ഹാരിസിനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന്
ഇന്നിതിനൊരു തീരുമാനം എടുക്കണം എന്നൊക്കെയാണ് മനോജ് പറയുന്നതും. ദേഷ്യം വന്ന ഹാരിസ് മനോജിനോട് പറയും, എന്റെ കുഞ്ഞിനെ അച്ഛാന്ന് തന്നെയാ വിളിക്കുന്നത്, എനിക്കവനെ ഒരുപാട് ഇഷ്ടവുമാ, ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഹാരിസ് ആണെങ്കിൽ കോളും കട്ട് ചെയ്ത് കളയുന്നു. മനോജിനും വല്ലാത്ത ടെൻഷനായി. വീട്ടിലെത്തുന്ന ഹാരിസ് ആണെങ്കിൽ തന്റെ ഭാര്യയോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നതേയില്ല. അവൾ വിഷമിച്ചാലോ എന്ന ടെൻഷനായിരുന്നു ഹാരിസിനും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മനോജും വിമലയും കൂടി ഹാരിസിന്റെ ഫ്ളാറ്റിലേക്ക് എത്തും. എന്നാൽ ഹാരിസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഭാര്യയെ അറിയിച്ചതേയില്ല. ഭാര്യയും കുഞ്ഞും ഉറക്കമായിരുന്നു. മനോജും വിമലയും കുഞ്ഞിനെ കണ്ടിട്ടേ പോകൂ എന്ന വാശിയാണ്. ഏത് കുഞ്ഞിനെ കാണാനാ നിങ്ങൾ വന്നതെന്ന് ഹാരിസ് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനാണെന്ന് മനോജും വിമലയും മറുപടി പറയും. ഇതെല്ലാം കേട്ടിട്ട് ഹാരിസിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും ടെൻഷനും ഒക്കെ വരുന്നു. മനോജും വിമലയും കുഞ്ഞിനെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ ഹാരിസ് ആണെങ്കിൽ കുഞ്ഞിനെ കാണിക്കുവാനായും തീരുമാനിക്കും. ഭാര്യ അറിയാതെയാണ് കുഞ്ഞിനെ കാണിക്കുന്നതും. ഭാര്യ നല്ല ഉറക്കമായിരുന്നു. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും മനോജിനും വിമലയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നാൽ അവർക്ക് കുഞ്ഞിനെ എടുക്കണമെന്ന ആഗ്രഹവും. പക്ഷെ ഹാരിസ് ആണെങ്കിലോ അതിന് സമ്മതിക്കത്തില്ല. രണ്ടുപേരെയും തള്ളി പുറത്താക്കി വാതിലടയ്ക്കും. ഹാരിസ് ആണെങ്കിൽ തള്ളി പുറത്താക്കുന്ന സമയത്ത് വിമലയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. താൻ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൗസിലെത്തി അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനോജ് ആണെങ്കിലോ ആ ഒരു കാര്യം വസന്തനോട് പറയുന്നു. എന്നാൽ വസന്തനാണെങ്കിൽ മനോജിന് ഇരിയേറ്റി കൊടുക്കും. നിന്റെ ഭാര്യയുടെ കൈ മുറിഞ്ഞില്ലേടാ, അവൻ നിന്റെ ഭാര്യയെ പിടിച്ച് തള്ളിയില്ലേ, നീ അവനിട്ട് രണ്ട് കൊടുക്കാത്തതെന്തെന്ന് പറഞ്ഞാണ് എരിയേറ്റി കൊടുക്കുന്നതും. അതോടുകൂടി മനോജിന് വല്ലാത്ത ദേഷ്യമായി. എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കുക, അത് തന്നെയായി മനോജിന്റെ വാശിയും. അതുകൊണ്ട് തന്നെ മനോജും വിമലയും പോലീസ് സ്റ്റേഷനിൽ പോയി തങ്ങളുടെ കുഞ്ഞിനെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. പോലീസ് ഓഫീസറാണെങ്കിൽ ഹാരിസിനെ ഫോൺ വിളിക്കുകയാണ്. എന്നാൽ ഹാരിസ് ആണെങ്കിലോ തന്റെ കമ്പനിക്ക് കിട്ടിയ ഒരു ടെൻഡർ ഒപ്പിടുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയവും. ഹാരിസിന് കേസുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ആ ഒരു ടെൻഡറും ഹാരിസിന്റെ കയ്യിൽ നിന്ന് പോയി. അതും കൂടി ആയപ്പോൾ ഹാരിസിനാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. അവൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും എത്തും. പോലീസ് സ്റ്റേഷനിലെത്തിയ ഹാരിസ് ആണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറിനോട് ചോദിക്കും, ആരെങ്കിലും വന്ന് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അത് കേസാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഒരു കേസ് കിട്ടുമ്പോൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നും പോലീസ് ഓഫീസർ പറയും. ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാം, ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ പോരെ എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നു. എന്നാൽ ഹാരിസ് ആണെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല. പുറത്തേക്കിറങ്ങിയ ഹാരിസ് മനോജിനോട് പറയും, DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ ഞാൻ കൂടി അനുവദിക്കണ്ടേ, എന്റെ കൂടെ അനുവാദമുണ്ടെങ്കിലല്ലേ നടക്കൂ, ഞാൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഹാരിസ് ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. ഇത് കേട്ട് മനോജിനും ഒരുപാട് ദേഷ്യം വരും. മനോജ് നേരെ ഇന്ത്യൻ കോഫി ഹൗസിലെത്തി വസന്തനോട് കാര്യം പറയുന്നു. വസന്തനാണെങ്കിലോ വീണ്ടും എരിയേറ്റി കൊടുക്കുകയാണ്. അതും കൂടി ആയപ്പോൾ മനോജ് ഉടനെ തന്നെ ഫൈസയുടെ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയും. ഫൈസയുടെ അച്ഛനാണെങ്കിലോ ഗൾഫിൽ നിൽക്കുകയാണ്. മനോജ് ഇത് ആകെ പ്രശ്നമാക്കുന്നു. ഫൈസയുടെ അച്ഛൻ വഴി ഫൈസയും ഈ കാര്യം അറിയുകയാണ്. വീട്ടിലെത്തിയ ഹാരിസിനോട് ഫൈസ ഒരുപാട് ദേഷ്യം വരും. ഇത്തരമൊരു പ്രശ്നം നടന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് പറയാത്തത്? അല്ല, ഈ മനോജും ഭാര്യയും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കുഞ്ഞിനെ കാണിച്ചല്ലേ, ഇനി നിങ്ങൾ ഒരിക്കലും കുഞ്ഞിനെ തൊട്ടുപോകരുത്. എന്നോട് പറയാതെ നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ കാണിച്ചത്? ഇനി നിങ്ങൾ എന്നോടും കുഞ്ഞിനോടും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഫൈസയാണെങ്കിൽ ഹാരിസുമായി പിണങ്ങും. അതും കൂടി ആയപ്പോൾ ഹാരിസിന്റെ കൺട്രോൾ പോയി. ഉടനെ തന്നെ ഹാരിസ് കോഫി ഹൗസിലേക്ക് എത്തുകയാണ്. മനോജുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. നിന്റെ ഈ ഒരു ഭ്രാന്ത് കാരണം തകരുന്നത് ഒരുപാട് കുടുംബങ്ങളാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് മനോജും ഹാരിസും തമ്മിൽ അവിടെ വെച്ച് വലിയ വാക്കുതർക്കമുണ്ടായി. അവസാനം അടിയിലാണ് കലാശിക്കുന്നതും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മനോജിന്റെ അച്ഛനും അവിടെയുള്ള എല്ലാ ആളുകളും അറിയുന്നു. മനോജിന്റെ അച്ഛനൊക്കെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വിമലയും മനോജിനെയും അച്ഛൻ ഒരുപാട് വഴക്ക് പറയും. ഹാരിസ് കാശ് കൊടുത്തത് കൊണ്ടാണ് പോലീസ് ഓഫീസർ അന്വേഷിക്കാത്തത് എന്നാണ് അവർ കരുതിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വിമല തന്റെ 2 വള ഊരി കൊടുത്തിട്ട്, ഈ വള വിറ്റിട്ട് നിങ്ങൾ ആ പോലീസുകാരന് കാശ് കൊടുക്ക്, അയാൾ അങ്ങനെയെങ്കിലും അന്വേഷിക്കുമല്ലോ എന്ന് വിമല പറയുന്നു. അതനുസരിച്ച് മനോജാണെങ്കിൽ വളയും വിറ്റ് കാശുമായി പോലീസ് ഓഫീസറിനെ കാണുവാനായും പോകും. എന്നാൽ ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ സത്യസന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ കാശൊന്നും അയാൾ വാങ്ങില്ല. മാത്രവുമല്ല, മനോജ് സീരിയസ് ആണെന്നും പോലീസ് ഓഫീസറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. ആദ്യമായിട്ട് എത്തിയിട്ട് മനോജിനോടും വിമലയോടും അന്വേഷിക്കുന്നത് വിമലയെ ആരാണ് ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വിമലയെ കൊണ്ടുപോയത് മനോജിന്റെ അച്ഛനുമായിരുന്നു. കുഞ്ഞിനെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയതും കുഞ്ഞിനെ കണ്ടതും ആരാണെന്നും ചോദിക്കും. അതും മറ്റാരുമല്ല, മനോജിന്റെ അച്ഛൻ തന്നെയാണെന്നും അവർ പറയുന്നു. മനോജിന്റെ അച്ഛന്റെ സഹോദരിയും ആ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നതും. സഹോദരിയാണ് കുഞ്ഞിനെ മനോജിന്റെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചതും. അതിനുശേഷം പോലീസ് ഓഫീസർ നേരെ എത്തുന്നത് പ്രത്യാശ ഹോസ്പിറ്റലിലേക്കാണ്.
പ്രത്യാശ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ സ്റ്റാഫുകളോട് അന്വേഷിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിന്റെ കയ്യിൽ ടാഗ് ഒട്ടിക്കാറുള്ളത് പതിവാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞങ്ങനെ മാറിപ്പോകാനൊന്നും ഇടയില്ല എന്നുള്ള കാര്യം സ്റ്റാഫുകൾ പറയുന്നു. അതിനുശേഷം പോലീസ് ഓഫീസർ നേരെ വരുന്നത് വിമലയ്ക്കടുത്തേക്കാണ്. വിമലയോട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പോൾ വിമല പറയുന്നത്, കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ തന്ന സമയത്ത് കണ്ട കുഞ്ഞല്ലായിരുന്നു പിന്നീട് ഞാൻ കണ്ടതെന്നും വിമല പറയും. ഈ കാര്യം എന്താ നിങ്ങൾ അവിടെ ആരോടും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതാ, എന്നാൽ ഡോക്ടർ പറയുന്നത് അതാ സെഡേഷന്റെ മയക്കത്തിൽ നിനക്കങ്ങനെ തോന്നുന്നതാണ് എന്നായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഓഫീസർ മനോജിനോട് പറയും, എനിക്ക് ഈ കേസ് അന്വേഷിച്ചിട്ട് കുട്ടി മാറിപ്പോയെന്നൊന്നും തോന്നുന്നില്ല. ഈ കുഞ്ഞ് നിങ്ങളുടേത് തന്നെയാ. അഥവാ വല്ല സംശയമുണ്ടെങ്കിൽ DNA ടെസ്റ്റ് എടുക്കണം. DNA ടെസ്റ്റ് എടുക്കണമെങ്കിലും ഹാരിസും സമ്മതിക്കണമല്ലോ എന്ന് പോലീസ് ഓഫീസർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇവിടെ ഉപേക്ഷിക്കുന്നതാ നല്ലത്. അഥവാ കോടതിയിലേക്ക് കേസ് പോയാലും 10-18 വർഷം അങ്ങനെ അങ്ങ് പോകുമെന്നും പോലീസ് ഓഫീസർ പറയും. അത് കേട്ടതോടുകൂടി കേസ് ഉപേക്ഷിക്കുവാനായിട്ടും മനോജ് തീരുമാനിക്കും. എന്നാൽ അടുത്ത ദിവസം തന്നെ ഫൈസയാണെങ്കിൽ മനോജിന്റെ വീട്ടിലേക്ക് വരും. മനോജിന്റെ കുഞ്ഞിനെയും ഫൈസ കാണുകയാണ്. DNA ടെസ്റ്റ് എടുക്കുവാനായിട്ട് തനിക്ക് സമ്മതമാണെന്നും ഫൈസ പറയുന്നു. അങ്ങനെ കേസ് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. DNA ടെസ്റ്റും എടുക്കുന്നു. ടെസ്റ്റിന്റെ റിസൾട്ട് വരികയാണ്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും മാറിപ്പോയത് ഉറപ്പ് തന്നെയാണ്. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൈമാറ്റം ചെയ്യുവാനായിട്ടും കോടതി വിധിക്കുന്നു. അങ്ങനെ ഫൈസയാണെങ്കിൽ മനോജിന്റെയും വിമലയുടെയും കുഞ്ഞിനെ എടുക്കും. വിമലയാണെങ്കിലോ ഫൈസയുടെയും ഹാരിസിന്റെയും കുഞ്ഞിനെ എടുക്കുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വല്ലാത്ത കരച്ചിലായിരുന്നു. അമ്മമാരെ പിരിഞ്ഞതിൽ രണ്ടുപേർക്കും വല്ലാത്ത സങ്കടവും. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഇത്രയും നാൾ വളർത്തിയ അമ്മയുടെ നേർക്ക് കൈനീട്ടിയാണ് കരയുന്നതും. താൻ ഇത്രയും നാൾ വളർത്തിയ കുഞ്ഞ് കരയുന്നത് കണ്ടതും വിമലയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. വിമല ഉടനെ തന്നെ ഫൈസയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങിയിട്ട് പാല് കൊടുക്കുകയാണ്. ഇത്രയും നാൾ അവൾ വളർത്തിയതല്ലേ, അതുമല്ല സ്വന്തം മകനായല്ലേ അവൾ കണ്ടതും. ആ കുഞ്ഞും അവളെയല്ലേ അമ്മയായി കണ്ടതും. അവർക്കാണെങ്കിലോ നല്ല സങ്കടവും. പുറത്തിരിക്കുന്ന മനോജിനടുത്തേക്ക് ഹാരിസ് എത്തുകയാണ്. എന്നിട്ട് ഹാരിസ് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും കരച്ചിൽ കണ്ടിട്ട് പറയുന്നുണ്ട്, നമ്മളെപ്പോലെ തന്നെ അവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് നമ്മളോട്. മാത്രമല്ല അവർക്കും നമ്മളെപ്പോലെ ഫീലിങ്സും വിഷമവും ഒക്കെ ഇല്ലേ. നമ്മൾ എന്തിനാ അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഹാരിസ് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് കുഞ്ഞുമായി വീട്ടിലേക്ക് പോകുന്ന ഹാരിസിനെയും ഫൈസയുമാണ്. ഹാരിസ് ഫൈസയോട് പറയുന്നുണ്ട്, ഇവൻ വളർന്നു വലുതായി 18 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും ഇവനോട് തുറന്നു പറയണമെന്ന്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, രണ്ടു കൂട്ടരും കുഞ്ഞിനെ മാറ്റിയിട്ടില്ല. അവർ ഇത്രയും നാൾ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയ കുഞ്ഞിനെയും കൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നതും. അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് മനോജും വിമലയും വീടൊക്കെ വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ മനോജിനാണെങ്കിലോ അച്ഛൻ്റെ ഒരു പഴയ ഡയറി അവിടെ നിന്ന് കിട്ടും. ആ ഡയറി തുറന്നവൻ വായിച്ചു നോക്കുന്നു. അപ്പോൾ അതിൽ ഒരു പേജിൽ എഴുതിയിരുന്നത്, ഇന്ന് വിമല പ്രസവിച്ചു. കുഞ്ഞിനെ എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്ന് തന്നത്. പക്ഷേ കുഞ്ഞിനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പിന്നീട് എനിക്ക് ആ സങ്കടവും മാറി. അവിടെ എൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നല്ലോ, അവളും ഇപ്പോൾ മരിച്ചു പോയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് സഹോദരിയുടെ ഫോട്ടോയിൽ നോക്കി പുഞ്ചിരിക്കുകയാണ് മനോജിന്റെ അച്ഛനും. ആ ഡയറി വായിച്ചു കഴിഞ്ഞ മനോജാണെങ്കിൽ നേരെ തന്റെ ഭാര്യയ്ക്കടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഡയറി അവളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വിമലയാണെങ്കിലോ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന സമയവും. അവളാണെങ്കിൽ മനോജിനെ നോക്കി പുഞ്ചിരിക്കുന്നു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഈയൊരു ഡയറി മുൻപേ വിമലയുടെ കയ്യിൽ കിട്ടിയിരുന്നു. അവൾ ആ ഡയറി വായിച്ചു നോക്കിയ സമയത്ത് അവൾക്ക് സംശയം തോന്നി. ആ ഒരു സംശയമാണ് അവൾ മനോജിനോട് പറഞ്ഞതും. അതാണ് ദേ ഇപ്പോൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നതും. അന്ന് വിമല പ്രസവിച്ച സമയത്ത് കുഞ്ഞിനെ ആദ്യം കണ്ടത് മനോജിന്റെ അച്ഛനായിരുന്നല്ലോ. കുഞ്ഞിനെ കണ്ടതും കുഞ്ഞിന് നിറം അത്ര പോരാ എന്ന് അച്ഛന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛൻ തന്റെ സഹോദരിയോട് പറഞ്ഞ് കുഞ്ഞിനെ മാറ്റിയെടുപ്പിച്ചതും. ആ ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അത് പറയാതെ പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.